ഹായ് എവ്രി വൺ, രേണു സുധിയാണ് കോണ്ടന്റ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നെക്സ്റ്റ് ഒരു കോണ്ടന്റ് ഞാൻ ധർമ്മസ്ഥലയുടെ മുകളിൽ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഞാനത് അപ്ലോഡ് ചെയ്യും. കുറച്ചധികം കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ രേണു സുധി റിലേറ്റഡ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഈ സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പലരെയും വിളിച്ചിട്ട് പൈസ ചോദിച്ച് മേടിക്കാറുണ്ട്. അതിൽ സുധി മാത്രമല്ല, രേണു ഈ പൈസ ചോദിച്ച് സുധി ആരെയാണോ വിളിക്കുന്നത് അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ടെന്നും പൈസ മേടിക്കാറുണ്ടെന്നും അങ്ങനെ മേടിച്ച പൈസകളൊന്നും തിരിച്ചിതുവരെ കൊടുത്തിട്ടില്ല എന്നും ഓക്കെ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കുറേ പേർക്ക് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആരാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സായി വെറുതെ ഒന്ന് ഹിയർസേ പറയരുത്. ഞാൻ തന്നെ പറയലുണ്ടല്ലോ, ഹിയർസേ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് എനിക്ക് ആരാണ് ആ വ്യക്തി എന്നുള്ളത് എന്നോട് പറഞ്ഞ ആളെ എനിക്കറിയാമല്ലോ. പിന്നെ ആ വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു, സായി ഇത് വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം അത് ഇപ്പോൾ പബ്ലിക്കിൽ പറയണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ മുകളിലാണ് ഞാൻ ആ വീഡിയോയിൽ അത് പറഞ്ഞത്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു 3-4 വർഷം മുമ്പുള്ള ഇവരുടെ ഒരു വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ ഉണ്ട്. ആ വീഡിയോനകത്ത്, ഒരു വ്യക്തിയുടെ വീഡിയോനകത്ത് ഇവർ പലരെയും പൈസ ആവശ്യപ്പെട്ട് വിളിച്ച് അവർ പൈസ കൊടുക്കാതാവുന്ന സമയത്ത് സ്വഭാവം മാറുന്ന, അല്ലെങ്കിൽ സഹായം കിട്ടിയതിന് ശേഷം ആ സഹായം കൊടുത്ത പൈസ ഒരാൾ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ച് ആ പൈസ സഹായം ആർക്കാണോ കിട്ടിയാൽ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനൊരാൾക്കൊരു 10,000 രൂപ കൊടുത്താൽ എനിക്കൊരു പ്രശ്നം പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് ഞാനത് ഓബിയസ്ലി തിരിച്ചു ചോദിക്കും. അല്ലെങ്കിൽ കണ്ടറിഞ്ഞ പൈസ എനിക്ക് തിരിച്ചു തരിക എന്നുള്ളത് ആ സഹായം കൈപ്പറ്റിയ ആളുടെ ഒരു കടമയാണ്. അപ്പോൾ ഇവരോട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അതായത് ഇപ്പോൾ ആ വീട് കൊടുത്തപ്പോൾ തിരിച്ച് അവരുടെ സ്വഭാവം മാറിയ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടാണല്ലോ. സോ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവർ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ആണ്, മനസ്സിലായില്ലേ? പിന്നെ ഈ സുധി 0 ആണ്, സുധി വട്ടപൂജ്യമാണ്, മനസ്സിലായോ? മരിക്കുന്നതിന് മുമ്പും മരിച്ചിട്ടും ഒക്കെ സുധി വട്ടപൂജ്യമാണെന്ന് പറഞ്ഞ രേണുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതും എനിക്ക് ഭയങ്കരമായിട്ടും എന്തുകൊണ്ടാണ് ഇവർ പറയണതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോണ്ടൻ്റാണിത്. ഇതിൽ തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം. പല വീഡിയോയിലായിട്ട് ഞാൻ കണ്ടത്, രേണുവിന് ജോബ് പലതും ഓഫർ ചെയ്തിട്ട് രേണു ജോലിക്ക് പോയില്ല. രേണു പഠിച്ച കാര്യങ്ങളിൽ രേണുവിന് ഒരു ജോബിന് പോകാൻ താല്പര്യമില്ല. ഇതൊക്കെ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് നമ്മൾ അതിലേക്കേ പോകൂ. എൻഡ് ഓഫ് ദ ഡേ അതിലേ നമുക്ക് മനസ്സമാധാനം കിട്ടൂ. ആ ജോലി എടുക്കുമ്പോഴേ നമുക്ക് എന്തുള്ളൂ, പൈസ കുറച്ച് കുറവാണെങ്കിൽ ഒരു സമാധാനം കിട്ടും. രേണുവിന് ആദ്യം മുതലേ അഭിനയം, ഫെയിം, സെലിബ്രിറ്റി സ്റ്റാറ്റസാണ് രേണുവിൻ്റെ ആഗ്രഹം. സുധി ജീവിച്ചിരുന്ന സമയത്ത് രേണുവിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. സുധിയുടെ മരണശേഷം അത് കൃത്യമായി രേണുവിലേക്ക് എത്തി. അത് രേണു നല്ല രീതിയിൽ യൂസ് ചെയ്യട്ടെ, ഓക്കെ, അത് യൂസ് ചെയ്യണം. അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യം. പക്ഷേ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ കുറേ വീഡിയോയിൽ പറയാറുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയും, ഓക്കെ. അവിടെയാണ് രേണു സുധി എന്ന് പറഞ്ഞ രേണു പൊളിഞ്ഞു പോകുന്നത്. ഇവർ ഈ രേണു ആൻഡ് ഫാമിലി, സുധിയൊക്കെ ഉള്ള അവരുടെ മക്കളൊക്കെ ഉള്ള ഫാമിലി ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഏവിയേഷൻ എന്തോ പഠിച്ചതാണ്, ഓക്കെ. ഇവർ ബാംഗ്ലൂരും ട്രിവാൻഡ്രത്തും എയർ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഇവർ തന്നെ വേറൊരു ചാനലിൽ 10ാം ക്ലാസ്സിൻ്റെയും ബാക്കി സർട്ടിഫിക്കറ്റൊക്കെ ഇവരുടെ കയ്യിലില്ല എന്നും കോഴ്സൊന്നും ഇവർ കംപ്ലീറ്റ് ആക്കിയില്ല എന്നും പറഞ്ഞു. അതിനൊരു പോർഷൻ ഞാൻ ഇവിടെ ഈ ജോലി സംബന്ധമായിട്ട് പലരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കൊരു ജോലിക്ക് പോയിക്കൂടെ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതാണ് ഇഷ്ടം, ആ ഇഷ്ടപ്പെട്ട ജോലിക്ക് അവർ പോകുന്നു. പക്ഷേ ഇതിന് മുമ്പ് അവർ പറഞ്ഞു വെച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ടാണ് നാട്ടുകാർ ഇവരെ ഈ പോയിന്റ് ചെയ്യുന്നത്. മന്ത്രി സാറ്, വാസവ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാമെന്ന്, അപ്പം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനെല്ലാം നടക്കുക. അപ്പം ഞാൻ അത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു. സാറാണ് പറഞ്ഞത് ജോലി തരാമെന്ന് പറഞ്ഞു. ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം മന്ത്രി എന്താണെങ്കിലും പെടും. ഇനി മന്ത്രി ചതിച്ചു എന്നുള്ളതാവും അടുത്തത് പറയാൻ പോകുന്നത്. പഠിച്ച കാര്യങ്ങളൊന്നും അവർ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിൽ അവർ പറഞ്ഞ കാര്യം കൂടി ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവർ കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം, അല്ല സോറി, സുധിക്കുട്ടം പറയണ പോലെ കേട്ടല്ലോ. അപ്പോൾ അവർ ഏവിയേഷൻ കഴിഞ്ഞതാണെന്നും പല സ്ഥലങ്ങളിലായിട്ട് അവർ പല എയർപോർട്ടുകളിലും വർക്ക് ചെയ്തു, ബ്രാൻഡ് വരെ പറഞ്ഞു, എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരെ പറഞ്ഞു.
ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ ഇവിടെ പറയുന്നത്. പക്ഷേ അവിടെ ഗവൺമെൻറ് ജോലി വാസവൻ സാർ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കയ്യിൽ 10 +1 +2 ഒക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വേർഷനും അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രേണു ഇതാണ്, രേണു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇനി റീസെൻ്റ് ആയിട്ട് വന്നുള്ള ഒരു ഇൻ്റർവ്യൂവിൽ രേണു പറയുന്നത് ഒന്നും കിട്ടും, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം, വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി, വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ നാടകത്തിനകത്തുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലീവ് തരും. ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി തരാമെന്ന് പറഞ്ഞത് അത് ഓരോ പ്രോസസ്സിങ് നടന്നുകൊടുക്കും. അതും വൈറ്റ് കോളർ ജോലിയല്ല, 10ാം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് PSC ചെയ്ത് അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് പുതുക്കണം, എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം. PSC ചെയ്തല്ല, സീനിയോറിറ്റി പുതുക്കണം. അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് അവർ. പക്ഷേ ഇതുവരെ ഒന്നും ഇതൊക്കെ നിർത്തി പോകത്തൊന്നുമില്ല. ഇത് വരുന്നോടത്ത് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല. ഇങ്ങോട്ട് വരുന്ന ഞാൻ ചെയ്തിരിക്കും. രേണുവിന് ഈ പറയുന്ന ഷോർട്ട് മൂവി, സിനിമ, റീൽസ്, ഈ സെലിബ്രിറ്റി ഫ്രീഡം, സ്റ്റാറ്റസ്, ഇതൊന്നും നിർത്തി പോകാനും ഇട്ടിട്ട് പോകാനും താല്പര്യമില്ല. രേണുവിന് ആദ്യം മുതലേ താല്പര്യം ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നുള്ളത് തുറന്ന് സൊസൈറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ കുറേ ഗവൺമെൻറ് ജോലി, കുറേ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ജോലി പലരും വാഗ്ദാനം ചെയ്തിരുന്നു, ഇനി ജോലി കിട്ടാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞു. എന്തിനാ ഇത്രയൊക്കെ വെച്ച് കെട്ടി പറയേണ്ട കാര്യം എന്താ ഉള്ളത്? എനിക്ക് താല്പര്യം സുധി ജീവിച്ചിരുന്നപ്പോഴും സുധിയുടെ മരണശേഷവും റീൽസ് എടുക്കാനും ഷോർട്ട് മൂവി അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാനുമാണ്. എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞാനൊരു സെലിബ്രിറ്റിയുടെ ഭാര്യ, അതാണല്ലോ എപ്പോഴും പറയുള്ളൂ സെലിബ്രിറ്റിയുടെ ഭാര്യ എന്നുള്ളത്. ഇതാണ് പറഞ്ഞാൽ പോരെ, അല്ലാതെ ഇത് വീണോടത്ത് വളർന്ന് മെഴുകി എന്തിനാ? ആൻഡ് ഞാൻ പറഞ്ഞു, ഇവരുടെ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, രേണുവിന് നിങ്ങളൊരു ജോലി ഓഫർ ചെയ്തിരുന്നോ? അന്ന് ആ വ്യക്തി പറഞ്ഞ കാര്യം എന്താ, ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് നിരസിച്ചു. ഓക്കെ, പിന്നെ പല കോഴ്സുകളും പഠിച്ചതാണ് രേണു, പക്ഷേ രേണുവിന് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഇവരിങ്ങനെയാണ്, ഇവരിങ്ങനെ തന്നെ നിൽക്കൂ. ഇവർക്ക് ഈ പറഞ്ഞ ഇൻ്റർവ്യൂ, റീൽസ് അതൊന്നും മോശം എന്നല്ല പറയുന്നത്. അതാണെങ്കിൽ പൊതുജനത്തിനോട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് അത് ചോദിച്ച് പറയണം. പിന്നെ ഒന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ തള്ളിപ്പറഞ്ഞ് നടന്നിട്ട് ഇതൊക്കെ നിങ്ങൾ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ മനസ്സിലാക്കുക. ഫൈൻ. കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്യും? ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളുടെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷണലിൻ്റെ പുറത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേ പോകാം. അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാവില്ല. അപ്പം അധികം ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയേണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെൻറ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ. പക്ഷെ അത് ആയി വരുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും. രേണു ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനൂപ് എന്തോ കൊടുത്തത് അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു, കണക്ക് ഇതായിട്ടുള്ളതാണ്. അപ്പൊ അത് രേണുവിന് അറിയില്ല, അതുകൊണ്ടാണ് രേണു അതിനെ റിജക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ശരിയാണ്, ഞാൻ കണ്ടിരുന്നു. അത് അത്ര വലിയ അക്കൗണ്ടിങ് ജോബ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു 1 വീക്ക് ഒക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നാളെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ചിലപ്പോൾ രേണുവിൻ്റെ ഇൻട്രസ്റ്റ് ഇതായിരിക്കാം, അതുകൊണ്ട് രേണു അതിലേക്ക് പോയതായിരിക്കാം.
പക്ഷെ രേണു പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ നേഴ്സിംഗ് ജോബ് എന്തോ ചെയ്തിട്ടുണ്ട്. ആദ്യം ഹ്യൂമാനിറ്റീസും എന്തോ എടുത്തെന്ന് പറഞ്ഞു. വേറെ നേഴ്സിംഗ് ജോബിനോ എന്തോ പോയിരുന്നു. പല പല കോഴ്സുകൾ രേണു ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിവ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയില്ല, രേണു ചിലപ്പോൾ ഓരോരുത്തർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി അല്ലേ അവര് ചൂസ് അനൂപ് ചെയ്യുന്നത്. പറഞ്ഞത് തന്നെ ക്ലിയർ ആണ്. അനൂപിനും ക്ലാരിറ്റി ഇല്ല. ഇവർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ജോലി ചെയ്തു എന്ന് ഇവർ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇവരെനിക്ക് തോന്നുന്നത് സുധി ആസ് എ കലാകാരനായ കിട്ടുന്ന സ്റ്റേജും പ്രോഗ്രാമൊന്നും കൊണ്ടുവരുന്ന പൈസ, ഓക്കെ, പിന്നെ കൊറോണയൊക്കെ വന്ന സമയത്ത് ഇവർക്ക് അതൊന്നും ഇല്ലാതായപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ. പിന്നെ ഇപ്പോൾ എന്താ പറയുന്ന പുറത്ത്, ഞാൻ റീൽസ് എടുക്കാനും ബോൾഡ് അയൺ ലേഡിയായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ കാരണം സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ആരും സഹായിക്കാത്തതോ അതൊന്നും അല്ല. അവർക്ക് താല്പര്യം ഇതാണ്, അവരതേ ചെയ്യൂ. അതുകൊണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരത് ചെയ്യുന്നത് കൊണ്ടുള്ള കുറ്റം നാട്ടുകാർക്ക്. അങ്ങനെയൊക്കെ ഒരാൾ പേഴ്സണൽ ലൈഫിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്നും വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കൊറോണയുടെ ടൈമിലൊക്കെ ഇവർക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞവർ പലരെയും വിളിച്ച് സംസാരിക്കാറുണ്ടെന്നു. ആദ്യം സുധി വിളിക്കും, പിന്നെ രേണുവിന് ഫോൺ കൊടുക്കുന്നുള്ളൊരു പാറ്റേൺ ഉണ്ട് ഇവർക്ക്. അതിന് കുറച്ച് 4 വർഷം മുമ്പ് വന്നൊരു വീഡിയോ ആണ്. എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന്, അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ആ, ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഖിലെ ബൈ, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സൂചാന്റെ കൊടുക്കാം. എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ഗൾഫിൽ നിന്ന് എന്നെ എൻ്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു 3 മാസം മുമ്പ് വരെ എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു തന്നാണ്. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ഇത് മറ്റൊന്നുമല്ല, ഇയാളിത് ശരിയാണോ, ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ്. അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. നല്ല വിഷമമുണ്ട് ചേട്ടന്. അഖിലേ, ഞാൻ അംജിത്താണോ? ഇതാരാ? കേൾപ്പിച്ചത് മനസ്സിലായി ചേച്ചി, ഇത് അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ, ചേട്ടൻ ഇല്ലായ്മകൾ കൊണ്ടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി, അതായത് ഫാമിലിയോട് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. മകളെ ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളുവോന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അന്നത്തെ സുധിയുടെയും രേണുവിൻ്റെയും ഒക്കെ വോയിസ്. ഇതേ പാറ്റേൺ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. എന്നോടൊരു വ്യക്തി സംസാരിച്ച സമയത്ത് ആ വ്യക്തിയോട് ഇവർ പേഴ്സണലി പൈസ ചോദിച്ച സമയത്തും ദ സെയിം പാറ്റേൺ. ആദ്യം ഇപ്പോൾ ജസ്റ്റ് ഒരു സെറ്റിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ പോലും വിളിച്ച് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ കടം ചോദിക്കുന്ന ഒരു രീതി സുധിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിക്കട്ടെ, എനിക്കൊരു ഡൗട്ടാണ്. അത്യാവശ്യം കൊള്ളാവുന്നൊരു കലാകാരൻ എങ്ങനെ പോയാലും ഒരു 10-50,000 രൂപ വരുമാനം ഇല്ലാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു 30,000 പോട്ടെ, ഒരു 25,000 രൂപ വരുമാനം ഇല്ലാതിരിക്കില്ല. അങ്ങനെയുള്ള ഒരാൾ ആ പൈസ കംപ്ലീറ്റ്ലി പോയിട്ട് നാട്ടുകാരോട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് കൊറോണേൻ്റെ സമയത്താണെന്ന് പറയാം, അന്ന് സ്റ്റേജും കാര്യങ്ങളും ഇല്ല എന്ന് പറയാം. ബട്ട് സ്റ്റിൽ അന്നാണെങ്കിൽ പോലും ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ അവസ്ഥയിൽ ചോദിച്ചു, ബാക്കപ്പ് വേണ്ട, ഓക്കെ, മനുഷ്യനാണ്. ഇനിയിപ്പോൾ പൈസ വേറെ ഏതെങ്കിലും വഴിക്ക് ചിലവായി അല്ലെങ്കിൽ ദൂരത്ത് തന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, കള്ളു കുടിച്ചോ എന്തെങ്കിലും പരിപാടി, ഒരാളുടെ സ്വഭാവം നമുക്ക് അളക്കാൻ പറ്റില്ല, ബാക്കപ്പും ഇല്ല. പക്ഷേ ഒരാളുടെ അടുത്ത് സഹായം ചോദിച്ച്, അത് ഒരുപാട് പേരോട് സഹായം ചോദിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. നമ്മളെ സഹായിച്ചവരുടെ അടുത്ത് നമ്മളൊരു മിനിമം മര്യാദ കീപ്പ് ചെയ്യണം. ഓക്കെ, ആ മര്യാദയുടെ ലൈനൊന്നും അവർ അന്നേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോയിസൊക്കെ ഇനിയിപ്പോൾ ഞാൻ വയ്ക്കാം. അതിന് മുമ്പ് ഷാലു പയ്യാട്, ഷാലുവിനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എൻ്റെ വീഡിയോസിലൂടെ തന്നെ ഷാലുവിനെ നിങ്ങൾ
അറിഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പല വിഷയങ്ങളുമായിട്ടും. അല്ലെങ്കിൽ ഷാലുവിനെ നിങ്ങൾക്ക് അറിയാം. ഷാലുവായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഈ കാര്യങ്ങൾ, അതായത് ഷാലുവാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതാണ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിയോട് ചോദിച്ചു സുധി പൈസ എന്നും പിന്നെ വൈഫിന് ഫോൺ കൊടുക്കുന്ന ആ പാറ്റേൺ. ഇപ്പം നിങ്ങൾ നേരത്തെ 4 വർഷം മുമ്പ് കേട്ട അതേ പാറ്റേൺ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സുധി പൈസ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ ആദ്യം സുധി സംസാരിക്കും, പിന്നെ നേരെ കൊടുക്കുന്നത് രേണുവിൻ്റെ കയ്യിലാണ്. ഇത് തന്നെയാണ് അന്ന് ഷാലുവിനുണ്ടായ എക്സ്പീരിയൻസ്. അത് ഷാലു പറയുന്നുണ്ട്. താക്കോല് താഴെ ഉണ്ടോ? ഹലോ അണ്ണാ പറ. ഞാൻ കഴിഞ്ഞ വീഡിയോയില് നിങ്ങളാണെന്ന് പറയാതെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റേ നമ്മളെ സുധീരെ കൊറേ മുമ്പ് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതെ. ഞാൻ പിന്നെ അത് കാര്യമായിട്ട് എവിടെയും പറയാതിരിക്കായിരുന്നു. പക്ഷെ ഇവര് ഈ സുധി പൂജയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, കാരണം സുധി അല്ല. ആണല്ലോ ഇവര് പൈസ മേടിച്ചു. ഓക്കെ, അതെ അണ്ണാ ഇവള് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഞാൻ കൊടുത്തിട്ടും ഉണ്ട്. ശരിയാണോ? അല്ല ഈ അതെ അന്ന് കൊടുത്തതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാ അന്ന് നമ്മള് മറ്റേ ഗൂഗിൾ പേയിലൊക്കെ തപ്പി നോക്കണം ഇനി. നമ്പർ പിന്നെ കാണാതിരിക്കില്ല. കാരണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞങ്ങളൊരു പടം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ. സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക്. അങ്ങനെ ഞാൻ പടം ചെയ്തെടുക്കുന്ന സമയത്ത് 2 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി. ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 8 മണിയൊക്കെ രാത്രി 8 മണിയൊക്കെ ആയപ്പോ എന്നെ വിളിച്ചിരുന്ന മക്കളോടാ, ഞാൻ സുധിയാണടാ, എന്തുണ്ടാ വിശേഷം, സുഖം തന്നെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ച്. അവനാ സുഖം. അപ്പൊ നീ വീടെത്തിയാ എന്തൊക്കെ ചോദിച്ച് പറഞ്ഞ ഇല്ലെണ്ണ വീടെത്തി, നമ്മൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മക്കളോടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന്, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എടാ മക്കളെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ചേട്ടന് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ താടാ മോനെ, ഒരു അത്യാവശ്യമാടാ വീട്ടില്, ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞോളൂ പുള്ളി. വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി നേരെ ചേച്ചിയെ കൊടുത്ത്. ഇതിനിടയിൽ എനിക്ക് ഇവരാരെനിക്ക് അറിഞ്ഞൂടാ. ഈ സുധി എന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക്. അതാ ഞാൻ സംശയം. അല്ലാതെ അതായത് നിങ്ങളടുത്ത് അത്ര കമ്പനി ഉണ്ടെങ്കിലല്ലേ പൈസ വയ്ക്കാൻ പറ്റൂ. എന്നാ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട്. ഞാൻ പുള്ളിയുടെ നമ്പർ സേവും ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല. അന്ന് അങ്ങനെ കണ്ടു, അന്ന് പരിചയപ്പെട്ടു, അത്ര തന്നെ. അത്രേ ഉള്ളൂ. സാധാരണ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ നമ്പർ മേടിക്കും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ടേ. പിന്നെ കഴിയണത് ഞാൻ ആരെയും നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല. അപ്പൊ അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളി എന്നിട്ട് അപ്പൊ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്തു. വൈഫ് പറഞ്ഞ്, അപ്പൊ സത്യം എന്റെ പറഞ്ഞാണ്, അന്ന് പിള്ളേർക്ക് ആഹാരം അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് അപ്പൊ പലർക്ക് ഇപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും, ഈ ഡെയിലി പൈസകൾ വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം. എന്തായാലും എന്റെ അടുത്ത് അതെ സുധി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുധി ജസ്റ്റ് 1000 രൂപ മകളെ ഉണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയിലാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ. അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫ്, അയാളുടെ ഫാമിലി, ഇതൊന്നും എനിക്കറിയില്ല. ഫാമിലി എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കാൻ. അപ്പൊ അരി വാങ്ങിക്കാൻ നിർത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ ഒക്കെ കിട്ടാൻ പറ്റിയ വയാടിയാണ്. സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ അതിന്റെ കൊടുത്തന്നാ. കേട്ടല്ലോ നിങ്ങൾ, ആ 4 വർഷം മുമ്പുണ്ടായ അതേ ഇൻസിഡന്റ് 4 വർഷം ഇയാൾക്കും സംഭവിച്ചിട്ടുണ്ട്. സുധി ഒരു സിനിമ സെറ്റിൽ നിന്ന് ഇയാളെ കണ്ടിട്ട് നമ്പർ മേടിച്ച്. ഇപ്പം നിങ്ങൾ കേട്ടാണ് ഷാലു പറയുന്നത്. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, സുധിയുടെ ഒരു ലൈഫ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ചതും അതിനൊക്കെ വിട്ട് കഴിഞ്ഞാലും ഇയാളൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്റ്റേജിൽ റീലിൽ കാണുന്ന സുധിയല്ല. റിയാലിറ്റിയിൽ ഇയാൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ആ പ്രശ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പം നിന്നൊരാളാണ് രേണു. ഫൈൻ, ഈ പൈസ കടം വാങ്ങാനും പൈസ ചോദിച്ച കൊടുത്ത ആളുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവിടെ ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു ഫേസ് രേണുവിനും ഉണ്ട്, സുധിക്കും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത് തന്നെയാണ് ഇവരിപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇപ്പോൾ വന്നിട്ടും കാണിക്കുന്നത്. വീട് കൊടുത്തവരും സഹായിച്ചവരോടും ഇപ്പോഴും ഈ തിരിച്ച് പുച്ഛവും പരിഹാസവും ചീത്തവിളിയും ഇവരിപ്പോഴും കാണിക്കുന്നത് സെയിം സ്വഭാവമാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റാണ്. ഓക്കെ, ഇതിനി നാളെ വരെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നു, സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നവർക്കൊക്കെ എന്ത് കിട്ടും? ഇതേ സാധനം വരെ ഇന്ന് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ, സ്ക്രീനാണ് വാട്സാപ്പിൻ്റെ. ഈ സുധിയുടെ എങ്ങാണ്ട് ഈ വോയിസും സാധനമൊക്കെ ആ പഴയ വീഡിയോ ഒന്ന് കിട്ടിയതാണ്. പണ്ടത്തെ തന്നെ അതിൽ ഈ സുധിയും രേണുവും ഈ പൈസ കൊടുത്ത ആളുകൾ തിരിച്ച് ചോദിക്കുമ്പോൾ അവരോട് തിരിച്ച് പറയുന്ന രീതി കൂടി നിങ്ങളൊന്ന് നോക്കണം.
നീ 2 കെട്ടിയോ 3 കെട്ടിയോ 10 കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തൊട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ച് നടക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത്. അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോ. ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതും കേട്ടു നോക്കാം നമുക്ക്. എടാ നീയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്ത നീ നീ ആരെ? ചേച്ചി വളരെ ചൂടിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ. എടാ അംജിത്തെ എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ. അതങ്ങ് കയ്യിലോട്ടങ്ങ് ഈ പറയുന്ന പൈസ കൊടുത്തതല്ല, ജസ്റ്റ് ഫോണിൽ പറയുന്നതാണ്. ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട്. അതായത് അവസാനം ഇതാകുമെന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങെടുത്താ അത് ഞാൻ ആദ്യം മേടിക്കാം, എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. പക്ഷെ നീ എൻ്റെ അടുത്ത് ഈ 3-4 ദിവസമായിട്ട് കാണിച്ച ഊമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ. ആദ്യം നീ ഇങ്ങോട്ട് പണിതാ, എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി, ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. എൻ്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിയിട്ടോ. നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ കേട്ടോ. അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെ ചേച്ചി അവസാനം പൈസ തിരിച്ചു ചോദിക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട്. അത് വന്ന് സബിലാണേലും ആരാണേലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ? സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ, പുള്ളിയുടെ കയ്യിൽ ഈ 1 വർഷമായിട്ട് ഇത്ര ബുദ്ധിമുട്ടാ. അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ പറഞ്ഞത്? കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. ഓക്കെ, കേട്ടല്ലോ നിങ്ങൾ. ഇവര് ആരാന്റെ പൈസ അന്ന് ഇപ്പം ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ ആരും വാങ്ങൂടെ. പക്ഷെ മേടിച്ച ആളുകൾ ആരും പൈസ തന്ന ആളുകളെ ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കാനോ നിൽക്കാറില്ല. പിന്നെ ഇതിലൊരു കാറിൻ്റെ കാര്യമൊക്കെ രേണു പറയുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ വീഡിയോസ് ഞാൻ രേണുവിൻ്റെ ഒക്കെ ഇങ്ങനെ വൈറലായി തുടങ്ങിയ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിനിടയിൽ ഒരു കമൻറ്റ് വന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാർ, എൻ്റെ കാറിൻ്റെ പൈസ എന്നിട്ട് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഒരു നീണ്ട കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് അന്നൊന്നും നമുക്കിത് ഈ ഇൻറ്റൻസിറ്റിയിൽ സാധനങ്ങൾ പോകുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇഫ് ഐ എം നോട്ട് റോങ് അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏത് കാറിനെ കുറിച്ചാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. കാരണം അങ്ങനെ ഒരു കാറിൻ്റെ സാധനം ഞാൻ കണ്ടതാണ്. ഇവർ ഈ 4 വർഷം മുമ്പ് ഒരു കാറിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഇവർക്കിത് ഉള്ളതാണ്. ഇന്ന് ഈ വീട് കൊടുത്ത ഫിറോസോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ ഇവർ ഈ വന്നിട്ട് ഇത്രയും പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇവരെ സഹായിച്ചവരെ ഇവർ തള്ളി പറയുമ്പോഴോ ചെയ്തത് നമ്മളത് അത്ഭുതപ്പെടേണ്ട. കാരണം പണ്ട് മുതലേ ഇവർ ചെയ്യുന്നതാണ്. ആരാൻ്റെ ഇന്ന് സഹായം വാങ്ങും, സഹായം തന്നവരെ അവർ ചീത്ത പറയും. മനസ്സിലായി? ഇത് ഉള്ള പാറ്റേൺ ആണ്. പിന്നെ ആ പാറ്റേൺ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ എത്ര പേര് ഇങ്ങനെ തുറന്നു പറയുന്നത് അറിയില്ലല്ലോ. പൈസ മേടിച്ചവരാരും പറയില്ല, കൊടുത്തവരാരും പറയില്ല. പക്ഷെ ഷാലു ഇത് പറഞ്ഞു. ഇനി ഷാലുവിൻ്റെ ഒരു വോയിസും കൂടി ഉണ്ട്. അതെ സുധി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുധി ജസ്റ്റ് 1000 രൂപ മകളെ ഉണ്ടെങ്കിൽ 1000 രൂപ ഞാൻ ചേച്ചിയിലാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ. അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല. ഇയാളെ വൈഫുള്ള ഫാമിലി ഇതൊന്നും എനിക്കറിയില്ല. ഫാമിലി എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കാൻ. അപ്പൊ അരി വാങ്ങിക്കാൻ നിർത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ടും പിന്നെ ആ പടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൈസ ഒക്കെ കിട്ടാൻ പറ്റിയ വയാടിയാണ്. സിനിമ മൊത്തത്തിൽ പൈസ കിട്ടാൻ പാടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്നറിയാമോ, ഞാൻ 1000 കൊടുത്തണ്ണ. നമുക്ക് അറിഞ്ഞൂടല്ലോണ ആള് വിളിച്ചിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചേക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ തിരിച്ച് തരാന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നാ വീട്ടിൽ അപ്പോഴേക്കും നമ്മള് വീട്ടിലുണ്ട്. വീട്ടിൽ നിന്ന സമയത്ത് ഡയറക്റ്റ് വീഡിയോ കോള് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ എനിക്ക് പിള്ളേരെ കാണിച്ചെന്ന് ഇവരെ ചേച്ചി മക്കളെ ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. അല്ല വേറെ ഡയറക്റ്റ് ആണ്. മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞ് ഇങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല, ചേട്ടന് വർക്കിന് പോയിട്ട് പൈസ ഒന്നും കിട്ടില്ല, ആരും ചേട്ടന് അത് വർക്കിന് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുക, ചേട്ടൻ ഒരു പാവമായോണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ ഈ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈസ കൊടുക്കില്ല, എല്ലാരും പറ്റിക്കും എന്നൊക്കെ പറഞ്ഞേട്ടാ. ഈ ചാനലിന്റെ ഷോക്കൊക്കെ പോയാലും ഇവര് പൈസ കൊടുക്കില്ല, പൈസ കൊടുക്കണത് തന്നെ ഈ എന്താ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് പൈസ കിട്ടുന്നത്, മക്കളെ കിട്ടുമ്പോ ഞാൻ തരാടാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോളാണേ. അന്നാണ് ഞാൻ ഈ രേണുവിനെയൊക്കെ കാണുന്നത് ആദ്യം. അപ്പൊ അന്ന് കാണാൻ ഒരു ഭൗതിയൊന്നും ഇല്ല. മീൻസ് അങ്ങനെയെല്ലാം പറഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു ഫുള്ള് അങ്ങനെ ഒരു ഡാർക്കും കൂടുതലാണ് രാത്രി വിളിച്ചിട്ട് അപ്പോഴുണ്ട് പറഞ്ഞ എനിക്ക് വീട് കാണിച്ചെന്ന്. വീട് മറ്റേ അതിനകത്ത് കാണിച്ച് അരിയും സാധനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പൈസ കൊടുത്തെന്നാ. അന്ന് ഞാൻ കൊടുത്തു. പിന്നെ ഇത് സ്ഥിരം പരിപാടിയായി. എങ്ങനെ എന്നെ ഒരു 7 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നാ. അപ്പോഴേ പൈസ കൊടുത്താ നിങ്ങള്?
അണ്ണാ ഞാൻ ആദ്യം ഒരു 3-4 പ്രാവശ്യം കൊടുത്തു. അപ്പോൾ നമ്മളെ മനസ്സിൽ അല്ല, അല്ലെങ്കിലും ഈ 1000, 500 അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ അണ്ണാ. അങ്ങനെയല്ല, ആ സമയത്തൊക്കെ നമ്മൾ നല്ല വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഇഷ്ടം പോലെ വർക്കുള്ള സമയമല്ല. അപ്പൊ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് ഇവര് പിന്നെ അടുപ്പിച്ച് ചോദിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലേ? ഇവര് തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇങ്ങേരെ ഫോണിൽ തന്നെയാണ്, ഇങ്ങേരെ ഫോണിൽ തന്നെ കേട്ടാ, അവരെ ഫോണിൽ തന്നെ വിളിച്ചിട്ടേ ഇല്ല, ഇങ്ങേരെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് മക്കളെ ഇത് ഈ സാധനം വാങ്ങിക്കാനെന്നുള്ള രീതിയിൽ, അതായത് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനേ മനസ്സിലായി. അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ ഞാൻ 1-2 പേരെടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു. ഇവരെ കൂട്ടുകാരന്മാർ തന്നെ, നമ്മൾ കമ്പനിയൊക്കെ ഉള്ള പലരും ഉണ്ടല്ലോ, അണ്ണാ ഇവരെ കൂടെയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയും. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ അനാവശ്യ വിഷയങ്ങളിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്തതായിരിക്കാം. പിന്നീടാണ് ഞാൻ അറിഞ്ഞതെന്നാ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് വരെ വിളിച്ച് പൈസ വെച്ചിരിക്കണെന്നാ. ഞാൻ കൊടുത്തതിന് ശേഷം എന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവന്റെ 500 രൂപ വാങ്ങിച്ചിരിക്കണേ. ഇവര് പണ്ടേ ഉടായിപ്പാ, അതായത് ഇവര് പണ്ടേ ഈ പൈസയൊക്കെ ആണ്. ആ ഒരു 2 ആഴ്ച സ്ഥിരം വിളിയായിരുന്നാ. ഓക്കെ, അപ്പൊ ഇതാണ് ഷാലു പയ്യാടിന് ഉണ്ടായ എക്സ്പീരിയൻസ്. പൈസ ഷാലു പയ്യാട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഷാലു പയ്യാടിന് ഇന്നേ വരെ തിരിച്ച് കിട്ടിയിട്ടില്ല. തിരിച്ച് കിട്ടണം എന്നുള്ള രീതിക്ക് കൊടുത്തതാണോ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഷാലു പറഞ്ഞത് ഒരാളുടെ അരിപ്രശ്നമല്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഓക്കെ, പക്ഷെ ഷാലു ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും നിങ്ങളെ സഹായിച്ച ആളുകളുടെ മുന്നിലാണ് നിങ്ങളിപ്പോൾ ഇരുന്നിട്ട് ഈ കിടന്ന് കലി തുള്ളുന്നതും ആട്ടാടിക്കൊണ്ടിരിക്കുന്നത്. രേണു, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ തന്നവരെ മുന്നിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് കൈകൂപ്പി ജീവിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് സഹായിച്ച ആളുകളോടൊക്കെ ഒരു റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആവണം, സെലിബ്രിറ്റി ആവണം, സിനിമയിൽ അഭിനയിക്കണം, ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹം. അത് മനുഷ്യനുള്ള പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹം നടക്കണം, നല്ല കാര്യമാണ്, നല്ല മോശം കാര്യങ്ങളൊന്നുമല്ലല്ലോ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ പെട്ടുപോയൊരവസ്ഥയിൽ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ, ജീവിതം മുന്നോട്ട് വഴിമുട്ടി നിന്നപ്പോൾ ഞാനൊരു ആക്ട്രസ്സായി എന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും എനിക്ക് നിങ്ങളത് കൺവിൻസിങ് അല്ല. നിങ്ങൾ പച്ച നുണയാണ് പറയുന്നത്. കാരണം നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ നാടകവേദികളിലുള്ള ഒരാളാണെന്ന്. ഓക്കെ, സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ടഫാണ് നാടകത്തിൽ അഭിനയിക്കുക. സോ യു ആർ ആൻ ആക്ട്രസ്. നിങ്ങൾക്കത് വേണം, നിങ്ങൾക്ക് ആക്ട്രസ് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് ടൈം അംബീഷൻ. അത് നിങ്ങളത് നേടിയെടുക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ടും കുറേ പേര് സൈബർ ബുള്ളിങ് ചെയ്യുന്നത് കൊണ്ടും ഒറ്റപ്പെട്ടു പോയതുകൊണ്ടും ഞാൻ നടിയായി. നോ, നിങ്ങളുടെ ആഗ്രഹം ശ്രുതി ജീവിച്ചിരുന്ന സമയത്തും ശ്രുതി മരിച്ചതിന് ശേഷം ഒക്കെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം ആക്ട്രസ് എന്നുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ പറയാനുള്ള ധൈര്യം രേണുവിന് വേണം. അത് രേണു എവിടെയും അത് അങ്ങനെയല്ല ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നും രേണുവിനില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നഴ്സിംഗ് പഠിച്ചു, ഏവിയേഷൻ പഠിച്ചു, ജോലി എടുത്തു. അപ്പം കപ്പിൾ ഓഫ് ഫീൽഡിൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലും ഉള്ള ഒരാളാണെന്ന് നിങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമോ നടിയായിട്ട്? നടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ലീഡായിട്ട് കിട്ടുന്നത് ഒരു ഷോർട്ട് മൂവി പരിപാടികളിലൊക്കെ. സിനിമയിൽ കിട്ടിയാലും ഷോർട്ട് മൂവി കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റും കുറവായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള ഒരു ഏവിയേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അതും എക്സ്പീരിയൻസ് ഉള്ള ഗ്രൗണ്ട് സ്റ്റാഫായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് സിനിമയിലും സീരിയലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഡബിൾ എമൗണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ജനറേറ്റ് ചെയ്യാം. നഴ്സായി പോയാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, എബ്രോഡൊക്കെ പോയാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല. പൈസയും കാര്യങ്ങളൊക്കെ നാട്ടുകാരെ ഇന്ന് ഇതേപോലെ പണ്ടും മേടിച്ചു, ഇപ്പോഴും നാട്ടുകാർ തരും, അതിമോ ജീവിക്കാന്നുള്ള സ്കീമും പ്ലസ് നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം. അതിന് നിങ്ങൾക്ക് സിനിമ ഈ പരിപാടിയും വേണം. അത് ശ്രുതി ഉണ്ടെങ്കിലും പോയാലും, ഇപ്പോൾ ശ്രുതി ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ലേറ്റർ ആണ്, കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്കൊരു നടിയായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് അത് നേടിയെടുക്കുമായിരുന്നു. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഇനി ശ്രുതിനെ നോക്കുക, അതൊക്കെ അന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യുമായിരിക്കണം. കാരണം നിങ്ങളൊരു യൂട്യൂബ് ചാനലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു. സോ ബേസിക്കലി നിങ്ങൾക്കൊരു അഭിനയ ആ ഒരു മേഖലയാണ് നിങ്ങളുടെ മെയിൻ. മനസ്സിലായില്ലേ? അപ്പം അത് നാട്ടുകാർ തലയിൽ ഇട്ടിട്ട് എന്ത് ചെയ്യരുത്, ഞാൻ ഇന്ന കാരണം കൊണ്ട് വന്നു എന്നൊന്നും പറഞ്ഞു പോകരുത്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇഷ്ടം അതാണ്, നിങ്ങളത് ഫോളോ ചെയ്യുന്നു. അതിന് നാട്ടുകാർ കുറ്റക്കാർ ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നതെന്ന് പറയരുത് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ കടം വാങ്ങിയ ആളുകൾ, നിങ്ങൾ പൈസ നിങ്ങൾക്ക് തന്ന ആളുകളൊക്കെ പുറത്തുണ്ട് ചെയ്യണം. ഒരു 1-2 ആളുകളൊന്നുമല്ല, ഇഷ്ടം പോലെ പേരുണ്ട്. അവരെ മുന്നിൽ കിടന്ന് നിങ്ങൾ ഈ ആട്ടാടുമ്പോൾ അവർക്ക് നോർമലി ദേഷ്യം വരില്ലേ? സങ്കടവും ദേഷ്യവും പശ്ചാത്താപമൊക്കെ വരും, എന്തിനും അവർക്ക് അന്ന് പൈസ കൊടുത്തതെന്നുള്ളത്. അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക, അത്രയേ ഉള്ളൂ കാര്യം.